കെ പി സോസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പ്രസാദ്. മനുഷ്യനുണ്ടായ കാലം മുതലുള്ളതാണ് കുറ്റകൃത്യങ്ങൾ എന്ന് പറയുന്നത്. കുറ്റകൃത്യങ്ങൾക്ക് പല മോട്ടീവ്സ് ഉണ്ട്, പല രീതികളുണ്ട്, കാലഘട്ടത്തിനനുസരിച്ച് അതിൽ മാറ്റം വന്നിട്ടുമുണ്ട്. ഇന്ന് ഡിജിറ്റൽ ലോകത്ത് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് സൈബർ തട്ടിപ്പുകൾ. അതിൽ തന്നെ സാങ്കേതികമായിട്ടുള്ള സാമ്പത്തിക തട്ടിപ്പുകൾ. ഇതിൽ വലിയ ഷോക്കിംഗ് ആയിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത് സാമ്പത്തിക തട്ടിപ്പുകൾക്ക് ഇരയാവുന്ന ആളുകളിൽ ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സമൂഹത്തിൽ പവർഫുള്ളായ റെസ്പോൺസിബിളായ പൊസിഷൻസിൽ ഇരിക്കുന്നവർ പോലും ഉൾപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. എങ്ങനെയാണ് ഇവരിതിൽ ഇരയായി പോകുന്നത്, എവിടെയാണ് ആളുകൾക്ക് തെറ്റിപ്പോകുന്നത് നോക്കാം. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് സാമ്പത്തികമായിട്ടുള്ള സാക്ഷരതയില്ല എന്നതാണ്. പലപ്പോഴും പണം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് ചോദിച്ചാൽ ആളുകൾക്കറിയില്ല. പണം എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ആളുകൾക്കറിയില്ല. എങ്ങനെയാണ് ബിസിനസ്സുകൾ പ്രവർത്തിക്കുന്നത്, എങ്ങനെയാണ് നമ്മുടെ ബാങ്കുകൾ പ്രവർത്തിക്കുന്നത്, ഇതൊന്നും ആളുകൾക്ക് ധാരണയില്ല. ഇത്തരം ധാരണക്കുറവിനെയാണ് പ്രധാനമായിട്ടും കുറ്റവാളികൾ ലക്ഷ്യമിടുന്നത്. ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ അറിവില്ലായ്മയെ ചൂഷണം ചെയ്തിട്ടാണ് ഭൂരിഭാഗം തട്ടിപ്പുകളും നടക്കുന്നത് എന്ന് സാരം. ഇത് കേട്ടാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ട് തോന്നും. നിങ്ങൾ എപ്പോഴെങ്കിലും റിച്ച് ആയിട്ടുള്ള ഒരാൾ ഇങ്ങനെ ഒരു സ്കാമിൽ പെട്ടതായിട്ട് കേട്ടിട്ടുണ്ട്? ഫൈനാൻഷ്യലി വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വെൽ അവെയർ ആയിട്ടുള്ള ഒരാൾക്ക് സാമ്പത്തിക തട്ടിപ്പുകളിൽ ഇങ്ങനെ പെടുത്താൻ എളുപ്പമല്ല. കാരണം അങ്ങനെയുള്ളവർക്ക് പണം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നറിയാം. സാമ്പത്തിക തട്ടിപ്പിന് ഇരയാവുന്നതിൽ ഭൂരിഭാഗം പേര് പാവപ്പെട്ടവരാണ്. പക്ഷേ റിച്ച് ആയിട്ടുള്ള ആൾക്കാരെ അത് ചെയ്യാൻ സാധിക്കില്ല. കാരണം അവർക്ക് പണത്തെക്കുറിച്ചറിയാം, പണം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതിനെക്കുറിച്ച് അറിയാം. ഒരു ബിസിനസ്സിൽ യഥാർത്ഥത്തിൽ പണം എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ബിസിനസ്സിൽ പ്രധാനമായിട്ടും സ്കെയിലിംഗ് അപ്പിലൂടെയും വാല്യൂ അഡീഷനിലൂടെയുമാണ് പണം ഉണ്ടാക്കപ്പെടുന്നത്. അതായത് ഒരു പ്രോഡക്റ്റ് നിങ്ങൾ എടുക്കുന്നു, ആ പ്രോഡക്റ്റിൽ വേണ്ട രീതിയിലുള്ള അപ്ഡേഷൻസും മോഡിഫിക്കേഷൻസും വരുത്തി മാർക്കറ്റ് ചെയ്യുന്നു. അതിനെ ടെക്നിക്കലി നമ്മൾ വാല്യൂ അഡീഷൻ എന്നാ പറയാം. രണ്ടാമത്തേത് സ്കെയിലിംഗ് അപ്പാണ്. അതായത് നിങ്ങൾ ഒരാൾക്ക് ഒരു പ്രോഡക്റ്റ് വിൽക്കുന്ന സമയത്ത് 10 പേർക്ക് ഒരേ സമയം അതേ പ്രോഡക്റ്റ് വിൽക്കുക. അങ്ങനെ കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ വരുമാനം വർദ്ധിക്കും. ഈ രീതിയിലാണ് ഭൂരിഭാഗം ബിസിനസ്സുകൾ പണം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ നിന്ന നിപ്പിൽ പണത്തെ പെരുപ്പിച്ചെടുക്കുന്ന ഒരു മാന്ത്രിക വിദ്യയും ഒരു ബിസിനസ്സിലും ഇല്ല. സ്ട്രാറ്റജിക് ആയിട്ടുള്ള, യുക്തിപരമായിട്ടുള്ള, ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ അപ്ലൈ ചെയ്തിട്ടാണ്, കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ബിസിനസ്സിൽ പണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തേത് ഇമ്പൾസീവായ ഡിസിഷൻ മേക്കിംഗ് എന്നുള്ളതാണ്. സാമ്പത്തിക തീരുമാനങ്ങളിൽ ഒരിക്കലും ചെയ്യാൻ പാടാത്തൊരു കാര്യമാണ് ചാടിക്കേറി തീരുമാനമെടുക്കരുതെന്ന്. നിങ്ങളൊരു ജോബ് ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ, നിങ്ങളൊരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ അധ്വാനിച്ച പണം നിങ്ങൾ സ്പെൻഡ് ചെയ്യുമ്പോഴും 2 തവണ ആലോചിക്കേണ്ടതുണ്ട്. എന്തിനാണ് നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നത്? ഈ സിസ്റ്റം റിലയബിൾ ആണോ എന്നത് കൃത്യമായി ആലോചിച്ച ശേഷം മാത്രം അവിടെ ഇൻവെസ്റ്റ് ചെയ്യുക എന്നതാണ്. സാമ്പത്തിക തീരുമാനം എടുക്കുമ്പോൾ കൃത്യമായ യുക്തിപരമായ കാരണങ്ങളും ഡാറ്റയും ഇല്ലാതെ അതിൽ മുന്നോട്ട് പോകരുത് എന്നതാണ്. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഭൂരിഭാഗം പേർക്കും സാമ്പത്തികമായ അച്ചടക്കം ഇല്ല എന്നുള്ളതാണ്. നിങ്ങളിൽ എത്ര പേർ വരവ് ചെലവ് കണക്കുകൾ എഴുതി സൂക്ഷിക്കാറുണ്ട്? നിങ്ങൾ മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ ആഴ്ചയിലൊരിക്കൽ നിങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റുകൾ എടുത്ത് നോക്കാറുണ്ടോ? നിങ്ങൾ അധിക ചിലവ് എവിടെയാണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കാറുണ്ടോ? ഇങ്ങനെ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പണം എങ്ങനെയാണ് നിങ്ങളുടെ കയ്യിലൂടെ ഒഴുകുന്നതെന്ന് നിങ്ങൾക്കേ അറിയില്ല. നിങ്ങൾക്കങ്ങനെ അറിയാത്തപ്പോൾ നിങ്ങളുടെ ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ് നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ് അറിയാത്തപ്പോഴാണ് നമ്മുടെ കയ്യിൽ ഇല്ലാത്ത പണം ചിലവാക്കാനുള്ളൊരു ടെൻഡൻസി നമുക്കുണ്ടാവുന്നത്. ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് കുറുക്കു വഴികൾ തേടുക എന്നുള്ളതാണ്. ഇത് മനുഷ്യന് ജന്മസിദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു കാര്യം ഒരുപാട് തവണ നമ്മൾ ചെയ്യുമ്പോൾ നമുക്കതിലൊരു കുറുക്കു വഴി കണ്ടെത്താനുള്ള ടെൻഡൻസി ഉള്ളിൽ നിന്ന് തന്നെ ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരല്പം ഗാംബ്ലിങ്ങിലേക്കും ഒരല്പം റിസ്കിലേക്കും പോകും. പക്ഷേ റിസ്കിനും ഗാംബ്ലിങ്ങിനും ഇടയിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് റിസ്ക് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് എടുക്കുന്നത്, എന്നാൽ ഗാംബ്ലിങ്ങിൽ കാൽക്കുലേഷൻസ് ഇല്ല എന്നുള്ളതാണ്. ഗാംബ്ലിംഗ് എന്ന് പറഞ്ഞാൽ ചൂതാട്ടം. അതിൽ നഷ്ടപ്പെടാനും ലാഭമുണ്ടാകാനും ഒരേപോലെ സാധ്യതയുണ്ട്. പക്ഷേ റിസ്ക് എന്ന് പറയുന്നത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയുക എന്നുള്ളതാണ് റിച്ചായിട്ടുള്ള ആൾക്കാരുടെ ഏറ്റവും വലിയൊരു സോഫ്റ്റ് സ്കിൽ എന്ന് പറയുന്നത്. ഇനി അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്വന്തമായൊരു ഫൈനാൻഷ്യൽ പ്ലാൻ ഇല്ല എന്നതാണ്. നിങ്ങളിൽ എത്ര പേർക്ക് ഒരു 5 കൊല്ലം കഴിഞ്ഞാൽ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി എന്താണെന്നൊരു ധാരണയുണ്ട്? എത്ര പേർക്ക് 10 കൊല്ലം കഴിഞ്ഞാൽ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചുള്ള ധാരണയുണ്ട്? ഭൂരിഭാഗം പേർക്കും അതില്ല. 10 കൊല്ലം കഴിഞ്ഞാൽ നമ്മൾ കരിയറിൽ എവിടെ എത്തും എന്നൊരു ധാരണ ചില ആർക്കെങ്കിലും ഉണ്ടാവാറുണ്ട്. പക്ഷേ ഫൈനാൻഷ്യലായിട്ട് നമ്മുടെ സ്റ്റാറ്റസ് എന്തായിരിക്കുമെന്ന് അറിയില്ല. നമുക്ക് ഫൈനാൻഷ്യലായ ഒരു ഗോൾ ഇല്ലെങ്കിൽ, ഫൈനാൻഷ്യലായിട്ടുള്ളൊരു പ്ലാൻ ഇല്ലെങ്കിൽ, ഫൈനാൻഷ്യലായിട്ടുള്ളൊരു ഡിസിപ്ലിൻ ഇല്ലെങ്കിൽ നമ്മൾ ഈസി ആയിട്ട് ആളുകൾക്ക്
ആളുകൾക്ക് പറ്റിക്കാൻ സാധിക്കും. കാരണം നമ്മളുടെ ലെവൽ നമുക്കറിയില്ല, നമ്മൾ എത്തേണ്ട സ്ഥലം എന്താണെന്ന് നമുക്കറിയില്ല. അപ്പോൾ പണം ഉണ്ടാക്കുക എന്നൊരു ആവേശം നമുക്കുണ്ടാകും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾക്ക് ബേസിക്കായ പ്രിൻസിപ്പിൾസ് അറിയുന്ന ഒരു മേഖലയിൽ സാധാരണ ആളുകൾക്ക് നിങ്ങളെ പറ്റിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് പണം എന്ന് പറയുന്നതും. അതിൻ്റെ ബേസിക്കായിട്ടുള്ള റൂൾസ് നിങ്ങൾക്കറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ കളിപ്പിക്കാൻ പറ്റും. അപ്പോൾ ആ ബേസിക് റൂൾസ് സ്വയം പഠിച്ചെടുക്കുക. നമ്മൾ സ്കൂൾ പഠിപ്പിച്ചില്ല, കോളേജ് പഠിപ്പിച്ചില്ല എന്നൊന്നും ന്യായീകരണം പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ഒറ്റയ്ക്ക് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ പഠിച്ചെടുക്കുക. അതിന് റിലയബിളായ സോഴ്സുകളിൽ നിന്നും അതിൽ എക്സ്പീരിയൻസ്ഡ് ആയ ആളുകളിൽ നിന്നും പഠിക്കുക. പ്രിയപ്പെട്ടവർ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ദയവായി മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.